നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും അർദ്ധ സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലുള്ള ബിടെക് പ്രവേശനത്തിൻ്റെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ആദ്യഘട്ടത്തിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യമായി നമുക്ക് നോട്ടിഫിക്കേഷനിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച വിദ്യാർത്ഥികൾക്കാണ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരുന്നത്. അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് എന്തെല്ലാം കറക്ഷനുകളൊക്കെ വരുത്തിയതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, കോഴ്സ്, അവിടെ നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ച എമൗണ്ട്, ഇനി അടയ്ക്കേണ്ട തുക എന്നിവ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ട്. ജൂലൈ 7 12 മണി വരെ ലഭിച്ച ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ച വിദ്യാർത്ഥികളാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളത് ഉറപ്പാകുന്നത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ കേരള എഞ്ചിനീയറിംഗിൻ്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും നിലനിൽക്കണമെങ്കിൽ നിർബന്ധമായും 12 വൈകുന്നേരം 4 മണിക്കുള്ളിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണിച്ചിരിക്കുന്ന ഫീസ് അടച്ച് ഈ അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 2026 കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് കാണുകയും അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ പ്രവേശനം വേണം എന്ന് ഉറപ്പുള്ളവർ 12 ഓൺലൈനായി തന്നെ പേയ്മെൻറ്റ് അടച്ച് ഈ സീറ്റ് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് അതിന് പുതിയ നോട്ടിഫിക്കേഷൻ വരും 12 ശേഷം. ആ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ആ സമയത്ത് വീണ്ടും ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് സേവ് ചെയ്യുകയും ചെയ്യണം. അവിടെ നിങ്ങൾക്ക് അത് റീഅറേഞ്ച് ചെയ്യാനൊക്കെയുള്ള അവസരമുണ്ട്. പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമില്ലെങ്കിലും രണ്ടാം ഘട്ടത്തിൽ നിലവിലുള്ള ഹയർ ഓപ്ഷനുകളെ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം ലഭ്യമാകും. അങ്ങനെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് നമ്മൾ കോളേജുകളിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ചെന്ന് അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടത്. ഒന്നാം ഘട്ടത്തിൽ ലഭിച്ച വിദ്യാർത്ഥികൾ 12 ഫീസ് അടച്ചാൽ മാത്രം മതിയാകും. ഒന്നാം ഘട്ടത്തിന് ശേഷം കോളേജുകളിൽ പോകേണ്ടതായിട്ടില്ല. ഇനി ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, കേരള എഞ്ചിനീയറിംഗ് വഴി അലോട്ട്മെൻറ്റ് പോകുന്നതേയില്ല, അല്ലെങ്കിൽ ഈ 2 ഘട്ടത്തിലും എന്നെ പരിഗണിക്കേണ്ടതായിട്ടില്ല എന്നുണ്ട്, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുമുണ്ട് പക്ഷെ എനിക്കിത് വേണ്ട, ഈ 2 ഘട്ടത്തിലും ഒരു കോളേജിലും ഒരു ഓപ്ഷനിലും എന്നെ പരിഗണിക്കേണ്ട എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ 12 ഫീസ് അടയ്ക്കാതിരിക്കാം. ഫീസ് അടയ്ക്കാത്തവരെല്ലാം നിങ്ങളുടെ ഓപ്ഷനുകളും നിങ്ങളുടെ അലോട്ട്മെൻറ്റും ഈ ആദ്യ 2 ഘട്ടവും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ഈ 2000 രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മൂന്നാം ഘട്ടത്തിൽ നിങ്ങളെ വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു, പക്ഷേ ഈ 2 അലോട്ട്മെൻറ്റിലും എനിക്ക് സീറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2000 രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫീസ് അടയ്ക്കാതിരിക്കാം. മൂന്നാം ഘട്ടത്തിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ആ ഒഴിവുള്ളവ പ്രസിദ്ധീകരിക്കുകയും അവിടത്തേക്ക് വീണ്ടും 2000 രൂപ അടച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ അനുവദിക്കുകയും ചെയ്യും. അതോടൊപ്പം ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ഇനി ഈ 12 ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. രണ്ടാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് 12 ശേഷം നിങ്ങളും ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻസിനെ സേവ് ചെയ്യുകയും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളെയും രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുകയും ചെയ്യും. അപ്പം ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 12 ഫീസ് അടയ്ക്കുക. രണ്ടാം ഘട്ടം തുടങ്ങിക്കഴിയുമ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുക. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണോ കിട്ടുന്നത് ആ കോളേജിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ബാക്കി തുകയും അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കുക. രണ്ടാം ഘട്ടത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിൽ സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ എല്ലാവർക്കും പുതിയതായി ഓപ്ഷൻ രജിസ്ട്രേഷൻ അനുവദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫീ വേവർ സ്കീം, OEC വിഭാഗം, ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന വിഭാഗം, രജിസ്റ്റേർഡ് ഫിഷർമാൻ, SC, ST, ധീവര, KU, KN കാറ്റഗറിയൊക്കെ
അവരെ ട്യൂഷൻ ഫീസിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുന്നതാണ്. അവരും ഈ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1000 രൂപ ടോക്കൺ ഡിപ്പോസിറ്റായിട്ട് അടയ്ക്കേണ്ടതാണ്. ഈ 1000 രൂപ അടച്ചാൽ മാത്രമേ ഈ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഉറപ്പാവുകയുള്ളൂ. അതുകൊണ്ട് ഫീ വേവർ സ്കീമിലുള്ളവരും നിങ്ങൾ 12-ാം തീയതി 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കുകയും ഈ 2 ഘട്ടത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഈ വർഷം നിങ്ങൾ അവർ കോളേജിൽ ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോക്കൺ ഡിപ്പോസിറ്റ് അടയ്ക്കുകയും ചെയ്യണം. അലോട്ട്മെൻറ്റിൻ്റെ ഫർദർ സമയത്ത് നിങ്ങൾക്ക് ഈ പൈസ തിരിച്ച് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 1-ാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ഓരോ കാറ്റഗറി തിരിച്ചുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഹോം പേജിൽ ലഭ്യമാണ്. ഇതനുസരിച്ച് ഓരോ കോളേജുകളിലും ഓരോ കാറ്റഗറിയിലും പോയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക്, ഏത് റാങ്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്കിനി എത്രത്തോളം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈ വർഷം ഏതൊക്കെ റാങ്ക് വരെ ഓരോ കാറ്റഗറിയിലും കിട്ടി എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഹയർ ഓപ്ഷൻസ് നോക്കിയിരിക്കണോ, ഏതൊക്കെയാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സഹായിക്കും. തുടർച്ചയായി 2026-ലും കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 388-ാമത്തെ റാങ്ക്, 388-നാണ് CET-യിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് തീർന്നത്. അത് 7 കാറ്റഗറി എത്തിയപ്പോഴേക്കും ജനറൽ റാങ്ക് 664 വരെയും മുസ്ലിം സമുദായത്തിന് 477 വരെയും. ഇത് കാറ്റഗറി റാങ്ക് അല്ല, കേരള എഞ്ചിനീയറിംഗ് റാങ്കാണ്. ബാക്ക്വേർഡ് ഹിന്ദുവിന് കമ്പ്യൂട്ടർ സയൻസ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 740, ലാറ്റിൻ കാത്തലിക്സ് 970, ധീവര 1016, വിശ്വകർമ്മ 808, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 490, KN കാറ്റഗറി 497, KU കാറ്റഗറി 2593, SC 3757, ST 13156, EWS 1248 വരെയും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. NCC കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, ഫീ വേവർ സ്കീമുള്ള ആൾ, ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസിന് 15365. അങ്ങനെ ഓരോ കാറ്റഗറിയിലും പെട്ടവർക്ക് ഏത് റാങ്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിയെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാൻ 2-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കും അവസരമുണ്ടായിരിക്കും. അപ്പോൾ കേരള എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയും ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പരിശോധിക്കുകയും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫീസ്, അക്സെപ്റ്റൻസ് ഫീസ് 12-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അടച്ച് ഈ സീറ്റ് ഉറപ്പാക്കേണ്ടതാണ്. ഈ സീറ്റ് ഇനി നിങ്ങൾക്കൊരു കാരണവശാലും നഷ്ടപ്പെടുകയില്ല. നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിലോട്ട് പോയാലും മിനിമം ഈ സീറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി 2-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് പുതിയൊരു സീറ്റ്, പുതിയൊരു കോളേജ് കിട്ടിയാൽ മാത്രമേ ഈ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുള്ളൂ. 2-ാം ഘട്ടത്തിലോ 3-ാം ഘട്ടത്തിലോ പുതിയ സീറ്റ് കിട്ടിയില്ലെങ്കിലും ഈ സീറ്റിൽ നിങ്ങൾക്ക് 4 വർഷ പഠനം സാധ്യമാകും. 2-ാം ഘട്ടത്തിലോ 3-ാം ഘട്ടത്തിലോ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തി പുതിയൊരു കോളേജോ കോഴ്സോ കിട്ടിയാൽ നിർബന്ധമായും ആ കോളേജിലോട്ടും കോഴ്സിലോട്ടും നിങ്ങളുടെ പഠനം മാറ്റുകയും ചെയ്യേണ്ടതാണ്. ഈ സീറ്റ് നഷ്ടപ്പെട്ട് പുതിയ ഹയർ ഓപ്ഷൻസിലേക്ക്, ലഭിച്ച ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾ മാറേണ്ടതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായും ശ്രദ്ധിച്ച് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി കേരള എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. കേരളത്തിൻ്റെ BPharm അലോട്ട്മെൻറ്റ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. സാധാരണ അത് എഞ്ചിനീയറിംഗിൻ്റെ ഇനിയുള്ള തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളുടെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ BPharm റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരും 2-ാം ഘട്ട അലോട്ട്മെൻറ്റിലൊക്കെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് BPharm ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഇതുവരെയും പ്രഖ്യാപിക്കാത്തതിനാൽ മെഡിക്കൽ അലോട്ട്മെൻറ്റ് പിന്നീടൊരവസരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.